എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടല്ലോ കപ്പ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ഒരു ചായക്കട ഉണ്ടായിരുന്നു. പണ്ടത്തെ ഈ ചായക്കടയ്ക്കൊന്നും അങ്ങനെ പേരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ്റെ പേരിൽ തന്നെയാണ് ആ ചായക്കട അറിയപ്പെട്ടിരുന്നത്. കുറുമശ്ശേരി ജംഗ്ഷനിൽ തന്നെയായിരുന്നു ആ ചായക്കട. ഇപ്പോൾ അവിടെ വേറെ കടകളൊക്കെ വന്നു കേട്ടോ. ആ ചേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ അന്നേ നല്ല പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ കടയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ കപ്പ ഉണ്ടായിരുന്നു. അതിനകത്ത് വേറെ സാധനങ്ങൾ ഉള്ളിയും കടുകും മാത്രമേ അതിനകത്ത് കാണുള്ളൂ. വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ കടുക് വറുത്തിട്ടിട്ടുണ്ടാവും, പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഇത്രയാണ് കാണുള്ളൂ. പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ അത് കഴിക്കുക. ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കപ്പയാണത്. അപ്പം ഞാൻ അതിനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ആ ടേസ്റ്റൊന്നും കിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചൊരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തു നോക്കണത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു 1/2 കിലോ കപ്പ വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടുണ്ടല്ലോ അവർ കാന്താരി മുളകാണ് ചേർത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ സാധാരണ പച്ചമുളക്, പക്ഷെ നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിനൊരു 3 എണ്ണത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതല്ലാണ്ട് കപ്പയുടെ വേറെ ഐറ്റംസൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ ഈസിയുമാണിത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ്. ഇത് ഒരുപാട് എരിവുള്ള മുളകല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മറ്റു പച്ചമുളക് നിങ്ങളുടെ ഒരു എരിവനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരുപാട് ഒരു മഞ്ഞ കളറിലല്ലാതെ ഇരിക്കുക, ഒരു ലൈറ്റിഷ് യെല്ലോ കളറാണ്. ബാക്കി ഇങ്ങനെ ഒരു അങ്ങനെ യെല്ലോയും വൈറ്റും കൂടിയിട്ടൊരു കളറാണ്. അപ്പോൾ അതിനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ തുറന്ന പാത്രത്തിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ആ വെള്ളം വറ്റി പോകണം, നന്നായിട്ട് ഊറ്റരുത്. ഇനി 100 കപ്പയാണോ അല്ലെങ്കിൽ കഴിക്കണ കപ്പയൊക്കെ ആണെങ്കിൽ മാത്രം ഊറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് ആദ്യം ഊറ്റിയിട്ട് പിന്നെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്കത് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും തോന്നുന്നു. ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ അത് നാളികേരം ചിരകിയത് ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്ര ഇട്ടിട്ട് ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു 2 വിസിലേ ഞാൻ വെച്ചോളൂ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഈ കപ്പ തന്നെ ഇതിൻ്റെ ഒരു വലിയ കപ്പയായിരുന്നു, അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വേവ് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ 2 വിസിലേ വെച്ചുള്ളൂ. ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ അത് കിടക്കാൻ പാടില്ല. ഇത്രയും ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും കൂടി വേവാറില്ല, ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കപ്പ. ആ രീതിയിലാണ് ഇത് കിടക്കണേ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് ഈ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി ചേർക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പയ്ക്കൊരു ഇതുണ്ട്, ഗ്യാസുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണേ. ചെറിയുള്ളി ഞാനൊരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി മതി. അതിന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ചീനച്ചട്ടി ചൂടാക്കാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് കുറച്ച് അധികം ഇട്ട് കൊടുക്കണേ. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിയും പിന്നെ ഉഴുന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഈ കപ്പയിൽ. അത് മൂത്ത് വരുമ്പോൾ അത് കടിക്കാൻ കിട്ടണത്. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് ആ അരിയും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരുപാട് മൂക്കാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ ഇത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇച്ചിരി കറുത്ത കളറായാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ രീതിയിൽ അതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കപ്പയിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഈ ചീനച്ചട്ടിയിലേക്ക് കപ്പേനെ തട്ടി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ തീ നല്ല ലോ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കണേ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കപ്പേനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ നാട്ടിലത്തെ ഒരു പണ്ടത്തെ, ഇപ്പോൾ ഇത് ആരും ഉണ്ടാക്കണില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. ഇതിൻ്റെ കൂടെ പപ്പടം പൊടിച്ചിട്ടിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ ഇത് പാഴ്സലായിട്ട് പൊതിയുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇലയിലാണ്, ഒന്നുകിൽ തേക്കിൻ്റെ ഇല അല്ലെങ്കിൽ വാഴയിലയിൽ ഈ കപ്പ ഇട്ടിട്ട് അതിൻ്റെ മീതയ്ക്ക് പപ്പടം വെച്ചിട്ടാണ് പൊതിഞ്ഞ് തരാം.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും പപ്പടമൊക്കെ തണുത്ത് പോയിണ്ടാവും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ വന്ന സ്മെല്ല് എനിക്ക് ശരിക്കും അതിൻ്റെ തൊട്ടടുത്താട്ടോ ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ ഈ ഇദ്ദേഹം ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് സാധനം ഉണ്ടാക്കും. അപ്പോൾ ആ സ്മെല്ല് മൊത്തം സ്കൂളിലേക്കാണ് വരിക. അപ്പോൾ ആ ഒരു സ്മെല്ല് എനിക്ക് ശരിക്കും ഇതിനകത്ത് വരണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ നമ്മൾ എത്ര പാചകം ചെയ്യുമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും പാചകം എന്ന് പറയുന്നത് ഒരു കൈപ്പുണ്യം തന്നെയാണ് കേട്ടോ. അത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുന്നത്, അതിനേക്കാൾ ടേസ്റ്റിലായിരിക്കും വേറൊരാൾ ഉണ്ടാക്കുന്നത്. ഒരേ സാധനം തന്നെ പല ടേസ്റ്റായിരിക്കും പല കൈകളിലൂടെ പോകുമ്പോൾ. അപ്പോൾ അതൊരു പ്രത്യേക കല തന്നെയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞാലും ചില ആളുകൾ ചെയ്യുമ്പോൾ അത് ആ ടേസ്റ്റ് വരില്ല, അല്ലെങ്കിൽ അതങ്ങനെ വന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കും ഇവർ വെറുതെ പറ്റിക്കാൻ പറയുന്നതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് ചിലവരുടെ കൈകളുടെ ഒരു പ്രത്യേകതയാണ്. പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, കൈപ്പുണ്യം തന്നെയാണ് പാചകകല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം എൻ്റെ ഒരു ഡിയർ ഫ്രണ്ടാണ്. അപ്പോൾ ആൾ എന്തോ ഞാൻ ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെയൊന്നും വന്നില്ല, അതുകൊണ്ട് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ്, ഇപ്പോൾ ഞാൻ ആളുടെ പേരൊന്നും പറയണില്ല, ഞാൻ അതുകൊണ്ടാണിത് പറയാൻ കാരണം. അപ്പോൾ ഞാനത് വീട്ടിലുണ്ടാക്കി ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് ബോധിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ എടുക്കണ സാധനങ്ങളുടെ അളവിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള ഞാൻ ഉപയോഗിച്ച സാധനങ്ങളായിരിക്കില്ല ചിലപ്പോൾ ആൾ ഉപയോഗിക്കണത്. പല ക്വാളിറ്റിയിലും ഇപ്പോൾ സാധനങ്ങൾ കിട്ടുമല്ലോ, അതൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തുമായിരിക്കും, അറിയില്ല എനിക്ക്. അപ്പോൾ എല്ലാവരും ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ സ്പെഷ്യൽ കപ്പ ഡിഷ് ഒന്ന് ചെയ്ത് നോക്കുക. പപ്പടം കൂട്ടി ഇതൊന്ന് കഴിച്ച് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.